ചങ്ങായിമാരെ, മമതാ ബാനർജിന്റെ ഭരണം ശരിയേയല്ല. ഹിന്ദുക്കളെ രക്ഷിക്കണമെങ്കിൽ ഇനി BJP വന്നാലേ പറ്റുന്നും പറഞ്ഞ് ബംഗാളിൽ BJPനെ വിജയിപ്പിച്ചുവിട്ട ഹിന്ദുക്കളിലെ ബംഗാളിലെ ഹിന്ദുക്കൾ അവർക്കിടില്ല അവിടുത്തെ BJP എട്ടിന്റെ പണി, ഒന്നൊന്നര എട്ടിന്റെ പണി കൊടുത്തിട്ടുള്ളത്. അതായത് ഘട്ടം ഘട്ടമായി ഉഡായിപ്പിലൂടെ ഗോവധം നിരോധിക്കാന്നുള്ള ഒരു പരിപാടി, ഒരു സംഭവമില്ല BJP ബംഗാളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുമ്പോൾ BJP എന്താ വിചാരിച്ചറിയാം, അതിൽ പെട്ടുപോവുക മുസ്ലിങ്ങളായിരിക്കുന്നതാണ്. പക്ഷെ എന്താ ചെയ്യുക, അതിൽ പെട്ടുപോയത് പാവപ്പെട്ട ഹിന്ദുക്കളാണ്. അതും BJP വിജയിക്കണം, ഹിന്ദുക്കൾ എന്നാലേ ഉണരുമെന്നും പറഞ്ഞ് BJPക്ക് വേണ്ടി വോട്ട് ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരുപാട് ഹിന്ദുക്കളാണ് അതിൽ പെട്ടുപോയിട്ടുള്ളത്. അവർ ബംഗാളിലെ ദളിത് ഹിന്ദുക്കളാണ് എന്നുള്ളതാണ് ഇതിലെ വേറൊരു പ്രത്യേകത. അവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാം, അവരുടെ പശുക്കളില്ല, അവർക്ക് ഇപ്പൊ വിൽക്കാനും കഴിയുന്നില്ല, അതിനോട്ട് പോറ്റാനും കഴിയുന്നില്ല. എന്ത് ചെയ്യും? അതിനുവേണ്ടി ലോൺ എടുത്തിട്ടില്ലേ, ആ ലോൺ എടുത്ത പൈസ തിരിച്ചടക്കാനും കഴിയുന്നില്ല. അങ്ങനെ ആ പാവപ്പെട്ട ദളിത് ഹിന്ദുക്കൾ പെട്ടുപോയിട്ടുള്ളത്. ഒരു കണക്കിന് ആലോചിക്കുമ്പോൾ അങ്ങനെ പെട്ടുപോകുക തന്നെ ചെയ്യണം. അവരുടല്ല BJPനെ വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്തതല്ലേ, അപ്പൊ അങ്ങനെ തന്നെ വേണം അവർക്ക്. എന്തായാലും അതിന്റെ ബാക്കി കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ അംബിക ചേച്ചി ഉണ്ടല്ലോ, വളരെ വ്യക്തമായി വളരെ കൃത്യമായി ഒരു വീഡിയോ പറയുന്നുണ്ട്. ആ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായ ഒരു വീഡിയോ ആണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ആ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. ബംഗാൾ ഇപ്പോഴത്തെ അവസ്ഥ, ഹിന്ദുക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥയുണ്ടല്ലോ, അംബിക ചേച്ചി വളരെ കൃത്യമായി വളരെ വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. വംശീയതയുടെ ഒരു പ്രത്യേകത അത് പലപ്പോഴും ലക്ഷ്യം തെറ്റാറുണ്ടെന്നാണ്. അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ ബംഗാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. തൃണമൂലിനെ തകർത്ത് അധികാരത്തിലേറിയ BJP സർക്കാർ ഹിന്ദുക്കൾക്ക് ഒട്ടൻ പണിയാണ് കൊടുത്തിരിക്കുന്നത്. BJP സർക്കാർ അധികാരത്തിലേറിയ ഉടൻ ഗോവധവുമായി ബന്ധപ്പെട്ട നയങ്ങളും നിയമങ്ങളും ശക്തമാക്കി. പശുക്കളുടെ രക്ഷകരായ സംഘശക്തി അതോടെ ആഹ്ലാദഭരിതരായി. അവർക്ക് വോട്ട് ചെയ്ത ഹൈന്ദവ ഭൂരിപക്ഷവും അതേ ആഹ്ലാദം പങ്കുവച്ചു. പക്ഷേ ആഹ്ലാദത്തിന് ഏറെ ആയുസ്സുണ്ടായിരുന്നില്ല. ആ പൊട്ടിയ രസച്ചരടിന്റെ കഥയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവെക്കുന്നത്. വെസ്റ്റ് ബംഗാൾ അനിമൽ സ്ലോട്ടർ കൺട്രോൾ ആക്ട് 1950 മുതൽ ബംഗാളിൽ നിലവിലുണ്ട്. നിയമമുണ്ടെങ്കിലും അതിൽ ചില ഇളവുകളൊക്കെ സർക്കാരുകൾ നൽകാറുണ്ട്. കാരണം പലപ്പോഴും നിയമങ്ങൾ കാര്യങ്ങൾ നടക്കാനല്ല നടക്കാതിരിക്കാനാണല്ലോ സഹായിക്കാറുള്ളത്. ഇവിടെയും കാര്യം അങ്ങനെയായിരുന്നു. സുവേന്ദു സർക്കാരിന്റെ നേതൃത്വത്തിൽ BJP അധികാരത്തിലെത്തിയ ശേഷം 1950 കശാപ്പിനെ സംബന്ധിച്ച നിയമം ശക്തമാക്കി. മെയ് 13-ാം തീയതി അതു സംബന്ധിച്ച ചില പുതിയ നിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചു. പുതിയ നിർദ്ദേശമനുസരിച്ച് മൃഗങ്ങളെ അറുക്കുന്നതിന് മുമ്പ് മൃഗഡോക്ടർ സാക്ഷ്യപ്പെടുത്തണം. അതില്ലാതെ അറുത്താൽ നിയമ നടപടി നേരിടേണ്ടി വരും. സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് മുനിസിപ്പൽ ചെയർമാനോ പഞ്ചായത്ത് സമിതിയിലെ അധികാരികളോ ആയിരിക്കണം. കശാപ്പ് ചെയ്യുന്ന മൃഗത്തിന്റെ പ്രായം 14 വയസ്സിന് താഴെയാവരുത്. വയലിൽ പണിയെടുക്കാൻ കഴിയുന്നവയും ആയിരിക്കരുത്. പരസ്യമായി അറുക്കരുത്. സർക്കാർ നിർദ്ദേശിക്കുന്ന അറവുശാലകളിൽ വെച്ച് മാത്രമേ അറുക്കാവൂ. അറുക്കാൻ അനുമതി ലഭിച്ചില്ലെങ്കിൽ അപ്പീൽ നൽകാം. കശാപ്പ് ചെയ്യാനുള്ള മൃഗങ്ങളെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. ഇതൊന്നും അനുസരിച്ചില്ലെങ്കിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യാം. ഇത് പുതിയ നിയമമല്ലെന്നും പഴയ നിയമത്തിൽ ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുമാണ് BJPക്കാരുടെ ഭാഷ്യം. മൃഗസുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്നും അവർ വാദിക്കുന്നു. ഹിൻകാൽഗഞ്ച് BJP MLA ആയ രേഖ പാത്ര കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. അറുക്കാൻ കൊണ്ടുപോകുന്ന കന്നുകാലികളുടെ ജനന സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണമെന്നാണ് അവരുടെ വാദം. ലബുകാലിയയിൽ വെച്ച് കന്നുകാലികളെ കൊണ്ടുപോകുന്ന ഒരു വാഹനം അവർ കഴിഞ്ഞ ദിവസം തടഞ്ഞു നിർത്തി. വാഹനത്തിലുള്ള കന്നുകാലികളുടെ ജനന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ സുഗമമായി പോയി. പക്ഷെ പ്രശ്നം വഷളായത് മുസ്ലിങ്ങൾ ഒരു തീരുമാനമെടുത്തതോടെയാണ്. ഇത്തവണ ഈദിന് കന്നുകാലികളെ അറുക്കേണ്ടെന്നും അത് ഭക്ഷിക്കേണ്ടെന്നും മുസ്ലിങ്ങൾ തീരുമാനിച്ചു. സൗത്ത് 24 പർഗാനാസ്, നാദിയ, മുർഷിദാബാദ്, ബീർബം തുടങ്ങിയ ജില്ലകളിലാണ് നിലവിൽ ഈ തീരുമാനമുണ്ടായിട്ടുള്ളത്. ഇതിന് ആടിനെ അറുത്താൽ മതി എന്നാണ് നിർദ്ദേശം. അത് മാത്രമല്ല, കന്നുകാലികളെ വിൽക്കാൻ ചന്തയിൽ കൊണ്ടുവന്ന ഹിന്ദുക്കളോട് തങ്ങൾ പശുക്കളെ വാങ്ങില്ലെന്ന് മുസ്ലിങ്ങൾ വ്യക്തമാക്കി. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ അമ്മയെ വിൽക്കുന്നതെന്നായിരുന്നു അവരുടെ ചോദ്യം. കന്നുകാലികളെ വിറ്റാൽ നിങ്ങൾക്ക് പണം കിട്ടും, പക്ഷെ നിങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളെ ജയിലിലിടും. മാത്രമല്ല, ബുൾഡോസറുകൾ ഞങ്ങളുടെ വീടുകളിൽ കയറി ഇറങ്ങും. മറ്റൊരിടത്ത് കന്നുകാലികളെ കൊണ്ടുപോകുന്ന വണ്ടി തടഞ്ഞ മുസ്ലിം യുവാക്കൾ അമ്മയെ ഇങ്ങനെയാണോ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. അമ്മയോട് കുറച്ചൊക്കെ ബഹുമാനമെങ്കിലും കാണിക്കണ്ടേ എന്നും അവർ പരിഹസിച്ചു. സമാനമായ വീഡിയോകൾ വൈറലായതോടെ ഹിന്ദുക്കളായ കന്നുകാലി കച്ചവടക്കാർ കണ്ണീരും കരച്ചിലുമായി രംഗത്ത് വന്നു. 200-300 പശുക്കളെ വിറ്റിരുന്ന ചന്തകൾ ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ്. കന്നുകാലികളെ കയറ്റിയ വണ്ടികൾ റോഡുകളിൽ ദിവസങ്ങളായി പാർക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നാക്ക ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഘോഷ് സമുദായങ്ങളാണ് ബംഗാളിൽ കന്നുകാലികളെ പരിപാലിക്കുന്നത്. പാൽ വിറ്റ് ജീവിക്കുന്ന ഇവർ കറവ പറ്റിയ പശുക്കളെയും വിറ്റഴിക്കുന്നു. സാധാരണ ഇങ്ങനെയുള്ള കന്നുകാലികളെ മുസ്ലിങ്ങളാണ് ഭക്ഷണത്തിന് വേണ്ടി വാങ്ങുന്നത്. പെരുന്നാൾ കാലങ്ങളിൽ ധാരാളം കന്നുകാലികൾ വിറ്റുപോകും. ഇത്തവണയും ഈദ് മുന്നിൽ കണ്ട് ഘോഷ് സമുദായത്തിൽപ്പെട്ടവർ കന്നുകാലികളെ തയ്യാറാക്കി നിർത്തിയിരുന്നു. പലരും 30,000 മുതൽ 5 ലക്ഷം വരെ മുടക്കിയിട്ടുണ്ട്.
ബാങ്ക് ലോൺ എടുത്തും സ്വർണ്ണം വിറ്റുമൊക്കെയാണ് പണം കണ്ടെത്തിയിട്ടുള്ളത്. 30,000 രൂപയ്ക്ക് വാങ്ങുന്നവയെ 1 ലക്ഷത്തിനൊക്കെ വിറ്റഴിക്കാൻ കഴിയും. അത് സാധിക്കാതായതോടെ അവർ പ്രതിസന്ധിയിലായി. പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഒരാൾ അറ്റാക്ക് വന്ന് മരിക്കുക പോലും ചെയ്തത്രേ. BJPക്ക് നല്ല സ്വാധീനമുള്ള ഈ സമുദായം സുവേന്ദു അധികാരി സർക്കാരിന്റെ വിജയത്തിൽ കാര്യമായ പങ്കുവഹിച്ചവരാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് കഴിഞ്ഞു. സ്ത്രീകൾ വരെ സുവേന്ദുവിനെ പുലഭ്യം പറയുന്ന വീഡിയോകൾ വൈറലായിട്ടുണ്ട്. ബംഗാളിലെ മുസ്ലിങ്ങളുണ്ടല്ല, ഞാൻ ശരിക്കും പറഞ്ഞ സമ്മതിച്ചിരിക്കുന്നുണ്ടാ. സംഖ്യക്ക് പണി കൊടുക്കുന്നെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കണം. സത്യം പറഞ്ഞ കേരളത്തിലും തമിഴ്നാട്ടിലും സംഖ്യകൾ പരീക്ഷിച്ച ഒരു ഐഡിയ ആണ് ഹിന്ദുക്കളുടെ ഏകീകരണം. പക്ഷെ ആ സംഭവം സംഖ്യകൾ വിജയിച്ചത് ബംഗാളിൽ മാത്രമാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും സംഖ്യയുടെ ഉദ്ദേശം ഉണ്ടല്ല, അതങ്ങ് പാളിപ്പോയി. ഇവിടുത്തെ ഹിന്ദുക്കളുണ്ടല്ല, അതങ്ങ് പാളിച്ച് കൈ കൊടുത്ത്. പക്ഷെ പെട്ടുപോയത് ബംഗാളിലെ ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളുണ്ടല്ല ഇനി അങ്ങ് 5 വർഷം ഈ സംഖ്യകളെ സഹിച്ചേ പറ്റൂ. അതായത് ഇനി വരുന്ന 5 വർഷം ഉണ്ടല്ല, മുസ്ലിങ്ങളെക്കാളും അവിടുത്തെ ഹിന്ദുക്കളുണ്ടല്ല, ദളിത് ഹിന്ദുക്കള് അവരാണ് അവിടെ അനുഭവിക്കാൻ പോകുന്നത്. നാഗ്പൂരിൽ ഇരുന്നിട്ട് ഈ സംഖ്യക്ക് വേണ്ടിട്ട് കയറുവലിക്കുന്ന ആ ടീമുണ്ടല്ല, ആ ടീം വിചാരിച്ച് ഇങ്ങനെ ഗോവധൊക്കെ നിരോധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മുസ്ലിങ്ങളാണ് പെട്ടുപോകുക എന്ന്. പക്ഷെ അവർക്കറിയില്ലല്ലോ, പശുവിനെ അറക്കാൻ കൊടുത്ത് ജീവിക്കുന്നത് മുസ്ലിങ്ങളല്ല ഹൈന്ദവരാണെന്നുള്ള കാര്യം അവർക്കറിയില്ലല്ലോ. അതോടുകൂടി നാഗ്പൂരിലെ ടീമുണ്ടല്ല, ബംഗാൾ നടത്താൻ വെച്ച ആ പരിപാടി, ആദ്യത്തെ പരിപാടി ഉണ്ടല്ല, അതൊക്കെ ചീറ്റിപ്പോയി. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഇനി ബംഗാളിലെ പാവപ്പെട്ട ഹിന്ദുക്കളുണ്ടല്ല, പശുവിനെ പോയിരുന്ന ഹിന്ദുക്കള് പശുവിനുള്ള ജനന സർട്ടിഫിക്കറ്റ് അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പാടുപെടണം. ഇപ്പത്തെ നമ്മളെ നാട്ടിന്റെ അവസ്ഥയുണ്ടല്ല, മനുഷ്യന്മാർക്ക് തന്നെ ജനന സർട്ടിഫിക്കറ്റും കിട്ടുന്നില്ല, വോട്ടവകാശമില്ലേ അതുപോലും കിട്ടുന്നില്ല. അപ്പോഴാണ് പശുക്കൾക്ക് കിട്ടാൻ പോകുന്നത്. ഇതേ പോക്കാണ് ബംഗാളിൽ നടക്കുന്നത് കണ്ടില്ല. ഒന്നൊന്നര കോമഡിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എന്തായാലും ബംഗാളിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുണ്ടല്ല, BJPനെ വിജയിപ്പിച്ചതല്ലേ, മനസമാധാനം ഇല്ലാതാക്കാൻ വേണ്ടി വിജയിപ്പിച്ചതല്ലേ. ഇനി 5 വർഷം ഉണ്ടല്ല മനസമാധാനം ഇല്ലാതെ അവിടേക്കും കഴിഞ്ഞോ. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, BJP ഭരണത്തിൽ വന്നാൽ പണി കിട്ടുന്നത് മുസ്ലിങ്ങൾക്കൊന്നല്ല, ഇതുപോലുള്ള പാവപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കായിരിക്കും, അതായത് ദളിത് ഹിന്ദുക്കൾക്ക്. അങ്ങനെയാണ് സംഭവിക്കാന്നുള്ള മിനിമം ബോധം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പണിയുണ്ടല്ല കിട്ടാൻ വേണ്ടി തയ്യാറായിരുന്നോ. കുറച്ച് വൈകിട്ടാണെങ്കിലും ഇതൊക്കെ ഉണ്ടല്ല ദളിത് ഹിന്ദുക്കൾ കൃത്യമായി മനസ്സിലാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി വിശദീകരിച്ചു തന്ന അംബിക ചേച്ചിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.